രണ്ടാമത്തെ കുട്ടിക്ക് 1.5 വയസ്സായില്ലേ. 2 കുട്ടികളും ഏകദേശം വലുതായി. ഇനിയിപ്പോൾ കരിയറൊക്കെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് മനസ്സുകൊണ്ട് വിചാരിച്ചിട്ട് മാത്രം കാര്യമില്ലല്ലോ. അതിനുവേണ്ടി ഒരു കോഴ്സ് ചെയ്തിരുന്നു. പക്ഷേ അതൊന്ന് റീവർക്ക് ചെയ്യാനും അതായത് വീണ്ടും പഠിച്ചെടുക്കാനുള്ള സമയം പോലും കിട്ടുന്നില്ല. ഞാൻ കണ്ടെത്തുന്നില്ല എന്നായിരിക്കാം വേണമെങ്കിൽ പറയാം. പിന്നെ അതുപോലെ തന്നെ ഈ ചാഞ്ചാടുന്ന മനസ്സായിപ്പോയി. ഇപ്പോൾ കരിയർ വേണോ, കുട്ടികളെ നോക്കണോ, ഇപ്പോൾ നോക്കിയാലും കുട്ടികൾക്ക് ആരുണ്ടാവും, എന്തോ ഉണ്ടാവും എന്നുള്ളൊരു ഒരുപാട് തിങ്കിങ് ഉണ്ടാവും. ഒരുപാട് അമ്മമാർക്ക് അങ്ങനെ ഉണ്ടാവും. പിന്നെ തോന്നും എത്ര പേരിങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഞാൻ മാത്രമൊന്നുമല്ലല്ലോ വർക്ക് ചെയ്യുന്നത്, ഞാൻ ചെയ്ത് തെറ്റായിരുന്നു എന്ന് റിഗ്രറ്റ് ചെയ്തൊരു സമയമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. രണ്ടും കൂടെ കൊണ്ടുപോകാമായിരുന്നു, അതായത് കരിയറും ഇതും കൂടെ കുട്ടികളെയും കൂടെ കൊണ്ടുപോകാമായിരുന്നു എന്ന് ചിന്തിച്ച സമയം പോലും ഉണ്ട്. അത് ഓരോരുത്തരും മൈൻഡ് സെറ്റ് പോലെ ഉണ്ടാവും കേട്ടോ. സിറ്റുവേഷൻസ് ആൻഡ് മൈൻഡ് സെറ്റ് പോലെ ഉണ്ടാവും. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇതൊരു മാതിരി മറ്റേടത്ത് ചാടി കളിക്കുന്ന മനസ്സാണ് എനിക്ക്. കുറച്ച് റീച്ചും കാര്യങ്ങളൊക്കെ ചോദിക്കും, ഫുൾ ടൈം കണ്ടൻറ് ക്രിയേറ്റർ ആവാം, അല്ലെങ്കിൽ കുറച്ച് കുക്കിംഗ് ചെയ്യുമ്പോൾ ഇതാവാം, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എത്തിപ്പോയി എന്ന് പറയാം. ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ അതൊക്കെ. എന്തായാലും കരിയർ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ട്. ഏകദേശം ഇന്നിപ്പോൾ ലീവ് ദിവസമാണ്. ആ ദിവസങ്ങളിൽ ഒന്നും നടക്കില്ല. സ്കൂളിൽ പോകുന്ന ദിവസങ്ങളിലൊക്കെ എന്തെങ്കിലും നടക്കുള്ളൂ. പിന്നെ രണ്ടാമത്തെ ആൾ അതിനെക്കാട്ടും വാലായി വരികയാണ്. എസ്പെഷ്യലി കുട്ടികൾക്ക് മുമ്പൊക്കെ വർക്ക് ചെയ്ത അമ്മമാർക്ക് ഒന്ന് ആഗ്രഹം ഉണ്ടാവും, ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം കരിയർ, വീണ്ടും ഒന്ന് വർക്ക് ചെയ്യണം എന്നൊക്കെയുള്ള രീതിയിൽ, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു രീതിയിൽ ഏർണിങ് ചെയ്യണം എന്നുള്ള രീതിയിൽ സ്വന്തമായിട്ട് സ്റ്റാൻഡ് ചെയ്യണം എന്നുള്ള. ഈവൻ എനിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇന്നലെ റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ താഴെയൊക്കെ പോയി കുറച്ച് കളിയും കാര്യങ്ങളൊക്കെ കണ്ട് തിരിച്ചു വന്നു. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.